ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഈ ഒരു ഫ്രോക്ക് ചെയ്യാം. 3 വയസ്സായ ഒരു കുട്ടിയുടെ അളവിന് ചെയ്തെടുത്തിരിക്കുന്ന ഫ്രോക്കാണിത്. ഈ നെക്കിൽ വെച്ചിരിക്കുന്ന ഫ്ലവേഴ്സ് സാറ്റിൻ റിബൺ കൊണ്ട് ചെയ്തതാണ്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ അതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. കൂടാതെ ഈ ഒരു ലേസ് ഞാൻ വെച്ചിട്ടുണ്ട് വേസ്റ്റിൽ. ഇതിൻ്റെ വീഡിയോയുടെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് ലെങ്തി ആയത്. എങ്കിലും എല്ലാവരും മുഴുവൻ വീഡിയോയും കാണും കേട്ടോ. 3 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയുടെ അളവാണിത്. ഇത് സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ്സ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇത് കുട്ടിയുടെ ബോഡിയിൽ നിന്ന് എടുത്തതാണ്. പക്ഷേ ബിഗിനേഴ്സിന് അളവെടുക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടും. ഫ്രോക്കിൻ്റെ ഫുൾ ലെങ്ത്ത് തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് 23 ഇഞ്ചാണ് കിട്ടുന്നത്. അതിൽ ബോഡീസ് പാർട്ട് അതിന് നമ്മൾ ഒരു 9 ഇഞ്ച് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അതായത് വേസ്റ്റ് ലെങ്ത്ത് 9 ഇഞ്ച്, ഷോൾഡർ അതായത് ഹാഫ് ഷോൾഡർ 4.5 ഇഞ്ച്, ആം ഹോള് ഹാഫ് 4.5 ഇഞ്ച് തന്നെ. ചെസ്റ്റ് നമ്മൾ 19 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അതിന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 4.25 ഇഞ്ചാണ് കിട്ടുന്നത്. പ്ലസ് 1 ഇഞ്ച് ഈസിനാണ് എടുത്തിരിക്കുന്നത്. വേസ്റ്റ് റൗണ്ട് 17 ഇഞ്ചാണ്. അതിന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4.25 കിട്ടും. പ്ലസ് 1 ഇഞ്ച്, അങ്ങനെ 5.25 ഇഞ്ച് എടുക്കുക. നെക്ക് വിഡ്ത്ത് 2.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. നെക്ക് ലെങ്ത്ത് 3 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. തയ്യൽ തുമ്പ് അഥവാ സീം അലവൻസ് കൂട്ടാതെയുള്ള ഒരു അളവാണിത്. മെഷർമെൻറ്റ്സ് തുണിയിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിവിടെ തയ്യൽ തുമ്പ് ആഡ് ചെയ്യുന്നത്. ഈ അളവുകൾ നമ്മളൊരു പേപ്പറിലേക്ക് വരയ്ക്കാൻ പോവാണ്. ആദ്യം തന്നെ ഒരു മാർജിൻ ലൈൻ വരയ്ക്കുക. അതിൽ നിന്ന് താഴേക്കാണ് നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത്. ഫ്രോക്കിൻ്റെ ബോഡീസ് പാർട്ടാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. 23 ഇഞ്ചാണ് ഫുൾ ലെങ്ത്ത്. അതിൽ 9 ഇഞ്ചാണ് നമ്മൾ ബോഡീസ് പാർട്ടായിട്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ വേസ്റ്റ് ലെങ്ത്ത്, അതാണ് നമ്മുടെ ബോഡീസ് പാർട്ടിൻ്റെ ലെങ്ത്ത്. ബാക്കി വരുന്ന ആ ഭാഗം സ്കേർട്ട് പാർട്ടിൽ, അതായത് ആ റഫിൾ വരുന്ന ഭാഗത്താണ് ഇരുന്നത്. ഈ 9 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യുക. ഈ പോയിന്റിൽ നിന്നും താഴേക്ക് 9 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഈ ലൈനിൽ നിന്നും താഴേക്ക് 9 ഇഞ്ച്. അടുത്തത് ഷോൾഡർ നമുക്ക് മാർക്ക് ചെയ്യാം. ഇവിടുത്തെ ഹാഫ് ഷോൾഡർ 4.5 ഇഞ്ചാണ്. അത് ഈ പോയിന്റിൽ നിന്നും ഇവിടേക്ക് 4.5 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മുടെ നെക്ക് വിഡ്ത്ത് ഇവിടെ എടുക്കുന്നത് 2.5 ഇഞ്ചാണ്. നെക്ക് വിഡ്ത്ത്, കഴുത്തകലം, ആ 2.5 ഇഞ്ച് ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റിലേക്ക് 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഷോൾഡർ പോയിന്റിൽ നിന്നും താഴേക്ക് 1/4 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്. 1/4 ഇഞ്ച് മാത്രം. ഈ പോയിന്റിൽ നിന്നും ഇവിടേക്ക് 1/4 ഇഞ്ച്. എന്നിട്ട് ഈ നെക്ക് വിഡ്ത്തിൻ്റെ പോയിന്റിൽ നിന്നും ഈ ഒരു പോയിന്റിലേക്ക് സ്ലോപ്പ് വരയ്ക്കുക. ഇതാണ് നമ്മുടെ ഷോൾഡർ സ്ലോപ്പ്. അടുത്തത് ആം ഹോൾ വരയ്ക്കാൻ പോവാണ്. ഈ ഷോൾഡർ സ്ലോപ്പിൻ്റെ പോയിന്റിൽ നിന്നും താഴേക്ക് 4.5 ഇഞ്ച് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. നമ്മളിവിടെ ആം ഹോൾ 4.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ 4.5 ഇഞ്ച് ഈ പോയിന്റിൽ നിന്നും താഴേക്ക് 4.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ആം ഹോളിൻ്റെ അത് കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ ചെസ്റ്റ് ലൈനാണ് വരയ്ക്കാൻ പോകുന്നത്. ഇവിടുത്തെ ചെസ്റ്റ് 19 ഇഞ്ച് 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 4.25 പ്ലസ് 1 ഇഞ്ച് ലൂസിന് അഥവാ ഈസിന് വേണ്ടിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ 5.25 ഇഞ്ച് എടുക്കണം. ഈ 5.25 ഈ ലെഫ്റ്റിൽ നിന്ന് ടേപ്പ് വയ്ക്കുക. ഈ ചെസ്റ്റ് ലൈനിൽ നമുക്ക് കിട്ടിയ ചെസ്റ്റ് ലൈനിൽ 5.25 മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ പോയിന്റിൽ നിന്നും ഈ ലൈനിലോട്ട് ഒരു കർവ് വരയ്ക്കുക. അത് ഫ്രീ ഹാൻഡ് ആയിട്ട് വേണമെങ്കിൽ വരയ്ക്കാം, അല്ലെങ്കിൽ ഫ്രഞ്ച് കർവ് ഉപയോഗിക്കാം. ഞാനിവിടെ ഫ്രീ ഹാൻഡ് ആയിട്ടാണ് വരച്ചിരിക്കുന്നത്. ഈ ഒരു ലൈനിലേക്ക് ഒരു കർവ് വരയ്ക്കുക. ഇതാണ് നമ്മുടെ ബാക്ക് ആം ഹോള്. ഇനി ഫ്രണ്ട് ആം ഹോൾ വരയ്ക്കാനായിട്ട് നമ്മുടെ ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഈ സ്ലോപ്പ് പോയിന്റിൽ നിന്നും താഴേക്കുള്ള ഈ ഒരു പോയിന്റ്, അതിൻ്റെ ഹാഫ് എടുക്കുക. 4.5 ഇഞ്ചായിരുന്നു നമ്മൾ ആം ഹോൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഹാഫ് 2.25 ഇഞ്ച് അവിടെ ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് 1/4 ഇഞ്ച് മാത്രം ഉള്ളിലേക്ക് ഒരു ലൈൻ കൊടുക്കുക, ഒരു മാർക്കിംഗ് കൊടുക്കുക. എന്നിട്ട് ഈ പോയിന്റിൽ നിന്നും ഈ ഒരു പോയിന്റിലേക്ക് ഒന്ന് കൈകൊണ്ടൊന്ന് വരച്ചെത്തിക്കുക, കർവ് പോലെ. ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റിലേക്ക് അതുപോലെ തന്നെ ഒരു കർവ് കൊടുക്കുക. ഇത് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് വരച്ചാലും മതി. ഇതാണ് നമ്മുടെ ഫ്രണ്ട് ആം ഹോൾ. അപ്പോൾ 2 ആം ഹോളുകളും റെഡിയായി. നമ്മൾ ഈ വരച്ചിരിക്കുന്ന 9 ഇഞ്ച് ലെങ്ത്തുള്ള ഈ ഒരു ലൈൻ ഉണ്ടല്ലോ,
ഇവിടെയാണ് നമ്മൾ വേസ്റ്റ് പാർട്ട് അടയാളപ്പെടുത്താൻ പോകുന്നത്. വേസ്റ്റ് നമുക്ക് 17 ഇഞ്ചായിരുന്നു. 17ൻ്റെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 4.25 കിട്ടി. പ്ലസ് 1 ഇഞ്ച് കൂട്ടിയപ്പോൾ 5.25 ഇഞ്ച് കിട്ടി. ആ 5.25 നമ്മളിതാ ഈ ഒരു ലൈനിൽ മാർക്ക് ചെയ്യുക, വേസ്റ്റ് ലൈനിൽ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ ചെസ്റ്റ് ലൈനിൻ്റെ പോയിന്റിൽ നിന്നും ഈ പോയിന്റിലേക്ക് ഒരു ലൈൻ കൊടുക്കുക. അടുത്തത് നമ്മൾ നെക്കാണ് വരയ്ക്കുന്നത്. നമ്മൾ ഓൾറെഡി ഇവിടെ ഒരു 2.5 ഇഞ്ച് വിഡ്ത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഒരു 3 ഇഞ്ച് താഴേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് അതിനൊരു ബോക്സ് ആക്കി മാറ്റാണ് ചെയ്യുന്നത്. നമുക്ക് നെക്ക് വരയ്ക്കാൻ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വരയ്ക്കാം. ഞാനിവിടെ ഫ്രഞ്ച് കർവ് ഉപയോഗിച്ചിട്ട് ഒരു യു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ഫ്രഞ്ച് കർവ് ഉപയോഗിച്ച് നമുക്ക് യു നെക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് വരയ്ക്കാം. ഇപ്പം നമ്മുടെ ബോഡി പാർട്ടിൻ്റെ മാർക്കിങ് കഴിഞ്ഞു. ഇനി ഈ കൊടുത്തിരിക്കുന്ന ഈ ലൈൻസ് ഉണ്ടല്ലോ, ഈ മാർക്കിങ്സ്, അതിലൂടെ നമ്മളിത് കട്ട് ചെയ്തെടുക്കുക. ഇത് തുണിയിൽ വെച്ചിട്ട് ബാക്ക് പോർഷൻ വെട്ടിയതിന് ശേഷം ഫ്രണ്ട് പോർഷൻ നമ്മൾ കട്ട് ചെയ്യുമ്പോഴാണ് ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയുന്നത്. ഇത് ബോഡി പാർട്ടിൻ്റെ ലൈനിങ് തുണിയാണ്. 4 മടക്കി വെച്ചിട്ടുണ്ട്. 1 2 ഇത് 2 അങ്ങനെ 4 മടക്കി വെച്ചിട്ട് നമ്മൾ വരച്ചെടുത്ത ഈ ഒരു ഇതുണ്ടല്ലോ പാറ്റേൺ, അത് ഇതിൽ തുണിയുടെ മേലെ വയ്ക്കുക. എന്നിട്ട് താഴെ ഞാൻ തയ്യൽ തുമ്പ് ഇട്ടടിക്കുന്നത് 1/2 ഇഞ്ചാണ്. ഇവിടെ 1 ഇഞ്ച് ആം ഹോളിൻ്റെ അവിടെ 1/2 ഇഞ്ച്, ദെൻ ഷോൾഡറിൻ്റെ അവിടെ 1/2 ഇഞ്ച്, നെക്കിൻ്റെ അവിടെ 1/4 ഇഞ്ച്. അങ്ങനെയാണ് ഇതിന് തയ്യൽ തുമ്പ് കൊടുക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഇത് വെച്ചിട്ട് തുണിയിൽ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ചോക്ക് ഉപയോഗിച്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ പേന കൊണ്ട് വീഡിയോയിൽ ഒന്നുകൂടെ ക്ലിയറായി കാണാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. തയ്യൽ തുമ്പ് കൊടുത്തിരിക്കുന്നത് താഴെ 1/2 ഇഞ്ച് കൊടുത്തു. ഇനി ഇവിടെ 1 ഇഞ്ച് കൊടുക്കാൻ പോവാണ്. മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഇവിടെ 1/2 ഇഞ്ച്, ഷോൾഡറിൽ 1/2 ഇഞ്ച്, നെക്കിൻ്റെ അവിടെ 1/4 ഇഞ്ച്, താഴത്ത് തയ്യൽ തുമ്പ് 1/2 ഇഞ്ച്, സ്കേർട്ട് പാർട്ടുമായിട്ട് ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് 1/2 ഇഞ്ച്. എന്നിട്ട് ട്രേസിംഗ് വീൽ ഉപയോഗിച്ചിട്ട് ഈ ഒരു മാർക്കിങ്സ്, നമുക്ക് തയ്ക്കേണ്ട ഈ ഒരു മാർക്കിങ്സ് നമ്മളൊന്ന് ട്രേസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ട്രേസ് ചെയ്യുമ്പോൾ ഇവിടേക്ക് പതിഞ്ഞിട്ടുണ്ട്. വീഡിയോയിൽ ക്ലിയർ ആവുന്നുണ്ടോ എന്ന് അറിയില്ല. കണ്ടോ, ഇവിടേക്കൊക്കെ നമ്മുടെ ഈ മാർക്കിങ്സ് പതിഞ്ഞിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോൾ വരയ്ക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ മാർക്കിങ്സ് ഇല്ലാത്ത ഈ ഒരു ഭാഗം എടുത്തു. എന്നിട്ട് നമ്മൾ വരച്ചിരിക്കുന്ന ഈ പാറ്റേണിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയാൻ പോവാണ്. എന്നിട്ട് ഈ പാറ്റേൺ വെച്ചിട്ട് ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയാൻ പോവാണ്. ഇതിലത്തെ ഫ്രണ്ട് ആം ഹോൾ കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടു. അപ്പോൾ നമുക്കൊരു ചെറിയൊരു പീസ് മാത്രമാണ് കട്ട് ചെയ്യാനുണ്ടായിരിക്കുള്ളൂ. അതായത് നമ്മൾ പേപ്പറിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇത് അത്ര തന്നെയായിരിക്കും ഇവിടെയും കട്ട് ചെയ്ത് കളയാനുണ്ടാവുക. നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഫ്രണ്ടെന്നും ബാക്കെന്നും മാർക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ബോഡി പാർട്ടിൻ്റെ ലൈനിങ്ങിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇത് സെയിം തന്നെ മെയിൻ ക്ലോത്തിലോട്ട് വെച്ചിട്ട് മെയിൻ ക്ലോത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ബോഡി പാർട്ട് മെയിൻ ക്ലോത്തിൽ വെച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്യുമ്പോൾ ഫുൾ ലെങ്ത്ത് 23 ഇഞ്ചായിരുന്നു. അതിൽ നിന്നും നമ്മുടെ ബോഡി പാർട്ട് 9 ഇഞ്ച് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 14 ഇഞ്ചാണ് കിട്ടുന്നത്. 14 ഇഞ്ചിൻ്റെ കൂടെ ഇവിടെ ഒരു തയ്യൽ തുമ്പ് 1/2 ഇഞ്ച് വേണം ബോഡി പാർട്ടിനോട് ചേർക്കാൻ. താഴത്ത് ഒരു 2.5 ഇഞ്ച് മടക്കി അടിക്കാൻ വേണം. കുട്ടികളുടെ ഉടുപ്പ് നമ്മൾ അടിഭാഗം മടക്കി അടിക്കുമ്പോൾ കുറച്ചധികം മടക്കി അടിക്കും. അതിന് വേണ്ടിയിട്ടാണ് 2.5 ഇഞ്ച് അത് തയ്ക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഇതിൻ്റെ വിഡ്ത്ത് വൈസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ വേസ്റ്റിൻ്റെ 3 മടങ്ങാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 17 × 3, അപ്പോൾ എനിക്ക് 51 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് വീതം തയ്യൽ തുമ്പ്, അങ്ങനെയാണ് ഇതെടുത്തിരിക്കുന്നത്. ലൈനിങ് എടുക്കുമ്പോൾ ഈ 14 ഇഞ്ചിൽ നിന്ന് 1 ഇഞ്ച് കുറഞ്ഞ് നിൽക്കണം. അതായത് മെയിൻ ക്ലോത്തിനേക്കാളും 1 ഇഞ്ച് കുറവിൽ നിൽക്കണം ലൈനിങ്. അപ്പോൾ ഇത് 13 ഇഞ്ച് ലൈനിങ്ങിൻ്റെ പ്ലസ് 1/2 ഇഞ്ച് മുകളിൽ തയ്യൽ തുമ്പ്, താഴെ 1 ഇഞ്ച് മടക്കി അടിക്കാൻ. അങ്ങനെ 14.5 ഇഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വിഡ്ത്ത് വൈസ് നോക്കുകയാണെങ്കിൽ ആ 17 ഇഞ്ച് ഇൻറ്റു 2, അതായത് വേസ്റ്റിൻ്റെ 2 മടങ്ങ്, അങ്ങനെ 34 ഇഞ്ച് പ്ലസ് തയ്യൽ തുമ്പ്.
ബാക്കിൽ വെക്കാനായിട്ടുള്ള ആ കെട്ടാനായിട്ടുള്ള വള്ളി വെക്കാനായിട്ടുള്ള പീസുകളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടത്തിന് ഷേപ്പിനനുസരിച്ച് കട്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ 4 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബോഡീസിൻ്റെ ഫ്രണ്ട് പോർഷൻ തയ്ക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് നല്ല വശവും ചേർത്ത് വയ്ക്കുക. ലൈനിങ്ങിൻ്റെ നല്ല വശം ഈ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഈ കഴുത്തിൻ്റെ ഈ ഭാഗം 4 ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പിട്ടേക്കുന്നത്, അങ്ങനെ തയ്ക്കുക. ആം ഹോള് 1/2 ഇഞ്ചാണ് ഇട്ടിരിക്കുന്നത്, അതും അതുപോലെ തന്നെ തയ്ക്കുക. ഷോൾഡർ തയ്ക്കാൻ പാടില്ല. ആം ഹോളും കഴുത്തും അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിവിടെ ചെറിയ ചെറിയ കട്ട്സ്, അതായത് നോച്ചസ് ഇട്ട് കൊടുക്കുക. നോച്ചസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ആം ഹോളിലും നെക്ക് ലൈനിലും. എന്നിട്ട് നമ്മളിതിൻ്റെ നല്ല വശം പുറത്തേക്കാക്കി തിരിക്കുക. അപ്പോൾ നമുക്കിതാ ഇങ്ങനെയാണ് കിട്ടുക. എന്നിട്ട് ഇവിടെ ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ നല്ല നീറ്റായിട്ട് ഇരിക്കും. ബാക്ക് പാർട്ടും ഇതുപോലെ തന്നെ ചെയ്യുക. നല്ല വശം ചേർത്ത് വയ്ക്കുക. ഇവിടെ 1/4 ഇഞ്ച്, ഇവിടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് തയ്ക്കുക. ബാക്ക് പോർഷൻ തയ്ച്ചെടുത്തിട്ടുണ്ട്, നോച്ചസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാണ് ഇതിൻ്റെ ലൈനിങ്, ഇതാണ് ഇതിൻ്റെ മെയിൻ ക്ലോത്ത്. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു ഫ്രണ്ട് പോർഷൻ ഉണ്ടല്ലോ മറച്ചു വെച്ചിരിക്കുന്നത്, അത് ഇതിനുള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഈ 2 ഷോൾഡറിൻ്റെ ഉള്ളിലേക്കും ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇത് ഇതിനുള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 1/2 ഇഞ്ച് നമ്മൾ ഇവിടെ തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൽ അടിച്ചു കൊടുക്കുക. ഷോൾഡർ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഉള്ളിലേക്ക് വെച്ച് കൊടുത്ത ഫ്രണ്ട് പോർഷൻ നമ്മളിതാ ഇങ്ങനെ മറച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തു. നമ്മൾ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് അയൺ ചെയ്താൽ മതി, അപ്പോൾ ഒന്നുകൂടെ ഫ്ലാറ്റായിട്ടിരിക്കും. അടുത്തത് നമ്മളിവിടെ എന്തെങ്കിലും ലേസോ എന്തെങ്കിലും കോൺട്രാസ്റ്റ് കളർ തുണിയോ അങ്ങനെ എന്തെങ്കിലും വെക്കുന്നുണ്ടെങ്കിൽ ഈ ഫ്രണ്ട് പോർഷനിൽ ഇത് വെച്ച് പിടിപ്പിക്കുക. 1/2 ഇഞ്ച് തയ്യൽ തുമ്പിന് മേലെ. ഇങ്ങനെ എന്തെങ്കിലും നമ്മൾ വെക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, ആ മെയിൻ ക്ലോത്തിനോട് മാത്രം ചേർത്ത് വയ്ക്കുക. കാരണം നമ്മളിതിൻ്റെ സൈഡ് ജോയിൻ ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ രണ്ടും വേർതിരിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഇങ്ങനെ ഈ മെയിൻ ക്ലോത്തിൽ മാത്രം വെച്ച് കൊടുക്കുക. അതിനുശേഷം ബാക്ക് പാർട്ടിൽ നമ്മൾ കെട്ടാനുള്ള വള്ളി തയ്ച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഇതിനകത്ത് വെച്ചിട്ട് ഒരു അടിപ്പ് കൊടുക്കുക. ലൈനിങ്ങും പെടാതെ, നമ്മൾ ഫ്രണ്ടിൽ ചെയ്ത പോലെ തന്നെ ലൈനിങ് പെടാതെ ഇതുമ്പോൾ മാത്രം ഈ 2 സൈഡിലും അടിച്ചു കൊടുക്കുക. ഇനി നമ്മൾ സൈഡ് ജോയിൻ ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ എടുക്കുക. ഈ നല്ല വശങ്ങൾ തമ്മിലിങ്ങനെ ചേർത്ത് വയ്ക്കുക, ഈ ലൈനിങ്ങുകൾ തമ്മിലിങ്ങനെ ചേർത്ത് വയ്ക്കുക. അടിക്കുമ്പോൾ ഈ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, അത് ഒപ്പമായിരിക്കണം. 1 ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പിട്ടിരിക്കുന്നത്, അതിൽ കൂടെ അടിച്ചു കൊടുക്കുക. ഈ 2 സൈഡിലും ഇപ്പുറത്തും അതുപോലെ തന്നെ ചെയ്യാം. അടിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെയാണ് കിട്ടുക. തിരിച്ച് നമ്മളിങ്ങനെ മറയ്ക്കുമ്പോൾ ഈ ഒരു പോയിൻ്റ് ഒപ്പമായിരിക്കണം. കണ്ടോ? പിന്നെ ഇവിടെയും ഒരു പ്രശ്നമൊന്നും ഉണ്ടാവരുത്. എന്നിട്ട് ഈ പോയിന്റിൽ നമ്മളൊരു കട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളിത് മറയ്ക്കുമ്പോൾ ആം ഹോള് ശരിക്കും നല്ല വൃത്തിയായിട്ട് ഇരിക്കും ഇവിടെ. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു കട്ട് കൊടുക്കുക, ഒരു വി ഷേപ്പിൽ ഒരു കട്ട്. അടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു കഴിയുമ്പോൾ കണ്ടോ, ഇതാണ് നമ്മുടെ സൈഡ് സീം. നല്ല നീറ്റായിട്ട് കിട്ടി. അതുപോലെ തന്നെ ഷോൾഡറും നെക്കും എല്ലാം തന്നെ നീറ്റായിട്ടിട്ടുണ്ട്. നല്ല വശത്തേക്ക് തിരിക്കുമ്പോൾ കണ്ടോ, ഫ്രണ്ട് ഇങ്ങനെ ഇരിക്കും, ബാക്ക് ഇങ്ങനെ ഇരിക്കും. ഇനി നമ്മളിതിൽ സ്കേർട്ട് പാർട്ട് ജോയിൻ ചെയ്യണം. അതിന് മുൻപ് ഇവിടെ ഒരു സിബ് വെച്ച് കൊടുക്കാൻ പോവാണ്. സിബ് വെച്ച് കൊടുക്കാനായിട്ട് ബാക്കിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക, ഇതിലൊരു കട്ട് കൊടുക്കുക. നമ്മളിങ്ങനെ ഈ ഒരു കൺസീൽ ചെയ്തിട്ടുള്ള ഒരു സൈഡ് സീം ആയതുകൊണ്ടാണ് ഇങ്ങനെ കൺസീൽ ചെയ്തതിന് ശേഷം സിബ് വയ്ക്കുന്നത്. അതല്ല എങ്കിൽ നമുക്ക് ആദ്യമേ സിബ് വെച്ചിട്ട് 2 സൈഡും കൂട്ടിയടിച്ചാൽ മതിയാവും. കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 1.25 1.5 ഇഞ്ച് വീതിയിലുള്ള ഒരു തുണി കഷ്ണം കട്ട് ചെയ്തെടുക്കുക.
അതായത് ഇവിടെ വെക്കാനാണ്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്തിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ലെങ്ത്തിനേക്കാളും കുറച്ച് കൂടുതൽ ഇട്ടിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ ഒരു സൈഡ് 1/4 ഇഞ്ച് ഭാഗം മടക്കി തയ്ച്ചിട്ടുണ്ട്. എന്നിട്ട് ബാക്കിൻ്റെ നല്ല വശം, ഇതാണ് ഇതിൻ്റെ നല്ല വശം, ഈ തുണിയുടെ നല്ല വശം കൂടി ചേർത്ത് വയ്ക്കുക. ഒരു 1/4 ഇഞ്ച് വേണമെന്നില്ല, 1/4 ഇഞ്ചിനേക്കാളും കുറച്ചിട്ടിട്ട് താഴെ വരെ അടിക്കുക. ഒരു അടിപ്പ് കൊടുക്കുക. കുറച്ച് ഇവിടെ കയറി നിൽക്കണം കേട്ടോ. രണ്ട് സൈഡിലും ആ ഒരു തുണി അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു സ്റ്റിച്ചിൻ്റെ ഇപ്പുറത്തു കൂടെ നമ്മൾ താഴത്തേക്ക് ഒരു അടിപ്പ് കൊടുക്കുക. പതിച്ചടിക്കില്ലേ നമ്മൾ, അത് ഈ സ്റ്റിച്ചിൻ്റെ ഇപ്പുറത്തല്ല, ഇപ്പുറത്ത് പതിച്ചടിച്ചിട്ടുണ്ട്. അങ്ങനെ അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിവിടെ നിർത്തിയായിരുന്ന ഒരു കുറച്ച് ഭാഗം ഉണ്ടല്ലോ, അതിന് താഴത്തേക്ക് വെച്ചിട്ട് വേണം പതിച്ചടിക്കാനായിട്ട്. എന്നിട്ട് ഇതിന് കുറച്ച് ഇങ്ങോട്ടൊരു മടക്കുക, ഇങ്ങോട്ട് മടക്കി വയ്ക്കുക. എന്നിട്ട് ഈ സിബ് തുറന്നിട്ട്, ഇത് നോർമൽ സിബാണ് നമ്മൾ വയ്ക്കുന്നത്, സിബ് തുറന്നിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ അരിത്തോടെ താഴത്തേക്ക് അടിച്ചു കൊടുക്കുക. ഒരു സൈഡ് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് അറ്റം വരെ. അടുത്ത സൈഡും ഒരു ഇത്തിരി താഴേക്ക് മടക്കുക. ഇതിനെ മൊത്തം ബാക്കിലേക്ക് മടക്കുക. എന്നിട്ട് ഈ സിബിൻ്റെ ഇവിടെ വെച്ചിട്ട് അടിക്കാൻ പോവാണ്. ചേർത്തല്ല നമ്മൾ അടിക്കുന്നത്, ഒരു 1/2 ഇഞ്ച്, അതായത് അടിഭാഗത്ത് ഈ സിബ് പെടണം, ഒരു 1/2 ഇഞ്ചിന് കുറച്ച് കുറവ്, അങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കാം. രണ്ട് സൈഡും അടിച്ചിട്ടുണ്ട്. തുറക്കുമ്പോൾ നമുക്കിത് ഇങ്ങനെയാണ് ഇരിക്കുക. എന്നിട്ട് ഇവിടെ ഒരു ഐയും ഹുക്കും പിടിപ്പിച്ച് കൊടുക്കും. അപ്പോൾ സിബ് പുറത്തേക്ക് കാണാതെ നീറ്റായിട്ട് ഇരിക്കും. സ്കേർട്ട് പാർട്ട് ചെയ്യാൻ പോവാണ്. അതിന് ആദ്യം തന്നെ അടിഭാഗം, ലൈനിങ്ങിൻ്റെ അടിഭാഗം 1 ഇഞ്ച് മടക്കി തയ്ക്കുക. ലൈനിങ്ങിൻ്റെ അടിഭാഗം 1 ഇഞ്ച് മടക്കി അടിച്ചു. ഇവിടെ നമ്മൾ സ്റ്റിച്ച് ലെങ്ത്ത് കൂട്ടിയിട്ടിട്ട്, അതായത് കാണി കൂട്ടിയിട്ടിട്ട് അടിച്ചു. അപ്പോൾ നമുക്കിതുപോലെ കിട്ടി. ഇനി നമുക്ക് വീണ്ടും അത് ഞൊറിവുകൾ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നൂലിങ്ങനെ പിടിച്ച് വലിച്ചു കൊടുത്താൽ ഇതിങ്ങനെ ചുരുങ്ങി വരും. അപ്പോൾ നമുക്ക് എത്ര ഞൊറിവ് വേണോ അത്രയ്ക്കും ആക്കാം. ഇത് മെയിൻ ക്ലോത്താണ്, സ്കേർട്ട് പാർട്ടിൻ്റെ മെയിൻ ക്ലോത്ത്. നമ്മൾ അടിഭാഗം ഒരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് ഇങ്ങനെ മടക്കി തയ്ക്കുക. എന്നിട്ട് 2 ഇഞ്ച് ഇങ്ങനെ, എന്നിട്ട് ഒരു അടിപ്പ് മൊത്തം കൊടുക്കുക അടിഭാഗം. ഇതിൻ്റെ അടിഭാഗം മടക്കി തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ടൊന്ന് അയൺ ചെയ്യുക, അപ്പം നല്ല വൃത്തിയായിട്ടിരിക്കും. എന്നിട്ട് ഇതിനും ഇവിടെ നമ്മൾ ഞൊറിവ് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ലെങ്ത്ത് കൂട്ടിയിട്ടിട്ട് ഒരടിപ്പ് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ നൂലുകളെ പിടിച്ച് വലിച്ചിട്ട് ഒന്നും കൂടെ ചുരുക്കാൻ പോവാണ്. ഇതിന് നമ്മൾ റഫിൾസ് ആക്കി വെച്ചിട്ടുണ്ട്. അളന്ന് നോക്കുമ്പോൾ ഇവിടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് പിടിക്കുക ടേപ്പിനെ. എന്നിട്ട് നമ്മളിങ്ങനെ ചുറ്റി വരുമ്പോൾ 17 ഇഞ്ചും കഴിഞ്ഞ് ഇവിടെ കണ്ടോ, 17 ഇഞ്ചും കഴിഞ്ഞ് 1 ഇഞ്ച് ഇവിടെ തയ്യൽ തുമ്പും കിട്ടണം. മൊത്തം 19 ഇഞ്ച്. ലൈനിങ്ങിൻ്റെ മുകളിൽ ഇത് വെച്ച് കൊടുത്തിട്ട് ഇവിടെ ഒരു അടിപ്പ് കൊടുക്കുക. 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടായിരുന്നത് നമ്മളിവിടെ കൂട്ടി അടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെക്കുമ്പോൾ ഇത് ഇതിനകത്തേക്ക് കയറണം. ഒരു സൈഡിൽ നിന്ന് തുടങ്ങുക. ഈ ഒരു സൈഡിൽ നിന്ന് ഈ സൈഡിൽ ഇതിൻ്റെ ഇത് വെച്ച് കൊടുക്കുക. ഈ ഒരു ഭാഗം, സൈഡ് ഭാഗം വെച്ച് കൊടുക്കുക, ഒരുമിച്ച് വയ്ക്കുക. എന്നിട്ട് 1/2 ഇഞ്ചാണ് തയ്യൽ തുമ്പ് ഇട്ടുണ്ടായിരുന്നത്, ഇങ്ങനെ ചുറ്റിനും അടിക്കുക. നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. അത് നല്ല വശം മറിച്ച് കഴിയുമ്പോൾ എങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഇനി നമുക്കിവിടെ എന്തെങ്കിലും ഡെക്കറേഷൻസ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഈ സിബ് വെച്ചെടുത്ത് ഇവിടെ ഒരു ഹുക്കും ഐയും പിടിപ്പിക്കണം. നമ്മൾ ഇവിടെ കുറച്ച് സാറ്റിൻ റിബൺ റോസ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഹുക്കും ഐയും ബാക്കിൽ തുന്നി പിടിപ്പിക്കണം. ഹുക്ക് തുന്നാനായിട്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗം നമ്മളൊന്ന് ഇങ്ങനെ അകത്തി കൊടുക്കുക. അപ്പോൾ അത് കറക്റ്റായിട്ട് തുണിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്. ആദ്യം തന്നെ ഇവിടെ ഒന്ന് കുത്തിയിട്ട് മുകളിലേക്ക് എടുക്കുക. അങ്ങനെ 3 പ്രാവശ്യം അതുപോലെ തന്നെ ചെയ്യുക.
എന്നിട്ട് ഇപ്പുറത്തെ ഇതിനും അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കുക. ഈ രണ്ട് ഇതിലും 3 പ്രാവശ്യം വീതം തുന്നിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇവിടെ ഒരു ചെറിയൊരു തുന്നൽ മാത്രം, ചെറിയൊരു തുന്നൽ കൊടുത്തിട്ട് വലിച്ചെടുക്കുക. എന്നിട്ട് ഒരു പ്രാവശ്യം ഈ നൂലിനെ ഇങ്ങനെ ചുറ്റി കൊടുക്കുക. വീണ്ടും ആ ഒരു ചെറിയ തുന്നലിൽ നമ്മളൊന്ന് തുന്നി കൊടുക്കണം, ചെറുതായിട്ട് മാത്രം. ഇവിടെയും ഒരു 3-5 പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഒരു പ്രാവശ്യം ചുറ്റുക, എന്നിട്ട് ഇവിടെ ചെറിയൊരു തുന്നൽ കൊടുക്കുക. എന്നിട്ട് ഇതാ നമ്മളിവിടെ തുടങ്ങിയില്ലേ, അവിടേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു നോട്ട് ഇട്ടിട്ട് അവസാനിപ്പിക്കുക. ഐ തുന്നാനായിട്ട് 4 ഇഴകൾ കോർക്കുക. സൂചിയിൽ 4 ഇഴകൾ കോർക്കുക. എന്നിട്ട് അതിൻ്റെ തുമ്പത്ത് ചെറിയൊരു നോട്ട് ഇടുക. എന്നിട്ട് ഇതാ ഇത് അടിയിൽ കൂടെ കുത്തിയെടുക്കുക. എന്നിട്ട് ഒരു 1/4 ഇഞ്ച് വലിപ്പത്തിൽ താഴത്തേക്ക് തിരിച്ചു കുത്തുക. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം ചെയ്യുക. അപ്പോൾ ആ നൂലിന് നല്ല കട്ടിയാവും. ആ സെയിം സ്ഥലത്ത് തന്നെ കുത്തിയിട്ട് താഴത്തേക്ക് കുത്തുക. എന്നിട്ട് ഇതാ ഇതിനെ മുകളിലേക്ക് എടുത്ത് നിർത്തുക. ഈ സൂചിയുടെ ബാക്ക് ഭാഗം കൊണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിനിങ്ങനെ എടുത്തിട്ട് ഒന്ന് ഇതിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക, നോട്ട് ഇടുന്നത് പോലെ. ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കുക. ഇതുപോലെ ഈ ഒരു 1/4 ഇഞ്ച് ഭാഗം മൊത്തം ചെയ്ത് കൊടുക്കുക. സൂചിയുടെ ബാക്ക് ഭാഗം കൊണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക, ഒരു നോട്ട് ഇടുന്നത് പോലെ വലിച്ചു കൊടുക്കുക. അറ്റം വരെ ഇതാ നമ്മളിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു നൂലിനെ താഴേക്ക് കുത്തുക. എന്നിട്ട് നമ്മൾ തുന്നൽ അവസാനിപ്പിക്കുമ്പോൾ ഇടുന്ന ഒരു നോട്ട് ഇട്ട് കൊടുത്ത് ഇത് അവസാനിപ്പിക്കുക. അപ്പോൾ നമ്മുടെ ഐ ഇതാ ഇങ്ങനെയാണ് ഇരിക്കുക. എന്നിട്ട് ഇതിനെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ വൃത്തിയായിട്ട് സിബ് പുറത്തേക്കൊന്നും കാണില്ല. ഫ്രോക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്. താങ്ക് യു.